യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർക്ക് പരാജയമുണ്ടാകുകയില്ല. പ്രാർത്ഥിക്കുന്നവരെ ജയിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതിൻ്റെ ഒരു തെളിവാണ് നമുക്ക് പഴയ നിയമപുസ്തകം ദാനിയേൽ പ്രവചനത്തിൽ 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിച്ചതായിട്ട്. എന്നാൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ സകല ബുദ്ധി ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ നോക്കിയവർ കുടുംബമായി പരാജയപ്പെട്ടു. അവരെന്ത് ചിന്തിച്ചോ ആ ചിന്ത അവരെ നാശത്തിലേക്ക് കൊണ്ടുപോയി. കാരണം ഈ ലോകത്തിലെ ഒരു മനുഷ്യനും പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം പ്രാർത്ഥനയ്ക്ക് അത്ര വളരെ പ്രാധാന്യമുണ്ട്. യേശു തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്ന് പ്രാർത്ഥിപ്പിൻ. നമ്മൾ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തുടങ്ങുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ മാറും. സ്തോത്രം. ദാനിയേലിനെതിരെ രേഖ എഴുതിയിരിക്കുന്നു എന്ന് ദാനിയേൽ അറിഞ്ഞപ്പോൾ താൻ മുമ്പ് ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. യെരുശലേമിന്റെ നേരെ കിളിവാതിൽ തുറന്ന് താൻ 3 നേരം മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പറയാം, നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയാൽ ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരികയില്ല. കാരണം നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തിന് മുമ്പാകെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ച് അവൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ സ്തോത്രം. ദാനിയേലിനെതിരെ സിംഹത്തിന്റെ ഗുഹയിലിട്ട് ദാനിയേലിനെ തീർത്ത് കളയാൻ വേണ്ടി ശത്രു പദ്ധതി ഒരുക്കിയെങ്കിൽ ദൈവം ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന്, എന്നാൽ ദാനിയേലിനെ എങ്ങനെ രക്ഷിക്കണമെന്ന് രാജാവ് ഒരുപാട് ചിന്തിച്ചു. രാജാവിൻ്റെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ടൊന്നും നടന്നില്ല. നമുക്കറിയാം, ആ പുസ്തകം 6-ാം അധ്യായം മുഴുവൻ ഭാഗങ്ങൾ വായിക്കുമ്പോഴും അവിടെ രാജാവ് ദാനിയേലിനെ വിടുവിക്കാൻ നോക്കി. എന്നാൽ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് നിങ്ങൾ അറിയണം. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദാനിയേലിനെ തകർത്ത് കളയാൻ പറ്റിയില്ല. കാരണം ദാനിയേല് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം സിംഹത്തിന്റെ വായ അടച്ച്. ഇന്ന് പകൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കെതിരെ ആരെങ്കിലും എന്ത് പറഞ്ഞോട്ടെ, നിങ്ങളത് ചിന്തിക്കേണ്ട. ഇന്ന് പകൽ നിങ്ങൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഇപ്രകാരം മിക്കവാറും പറയാറുണ്ട്, ഇന്നെന്റെ അത്ഭുതത്തിന്റെ ദിവസമാണെന്ന്. പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുതത്തിന്റെ ദിവസമാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ തുടങ്ങിയിട്ട് മാത്രമേ പറയാവുള്ളൂ അത്ഭുതം നടക്കുമെന്ന്. കാരണം പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമേ ദൈവം അത്ഭുതം ചെയ്യത്തുള്ളൂ. കാരണം അവൻ അത്ഭുതത്തിന്റെ മന്ത്രിയാണ്. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധി നിങ്ങൾ മുട്ടുകുത്താൻ തയ്യാറാണോ? എങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്കെതിരെ വരുന്ന ഏത് പ്രശ്നമായാലും, ഏത് പ്രതികൂലമായാലും അത് വഴി മാറിപ്പോകും. പ്രാർത്ഥിക്കുന്നവനെ ജയിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു സ്വാധീനത്തിനോ ഒരു സംവിധാനത്തിനോ കഴിയത്തില്ല. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഏത് നേരത്തും എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് അത്രേ സമയമൊന്നുമില്ല. ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഏത് സമയത്തും ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുകുത്താൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് രാവിലെ ഞാൻ ഈ ലൈവ് ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം ഫോൺ ഓൺ ചെയ്ത്, അപ്പം എനിക്ക് കോള് വരുക. അപ്പം 2 പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് സീരിയസ് ആണ്. കട്ട് ചെയ്തിട്ട് പുതിയൊരാളാണ് വിളിച്ചിട്ട് ഭയങ്കരമായ സീരിയസുമായി എന്ത് ചെയ്യുക, അവർക്ക് ഭയങ്കര തലവേദന, 22 വർഷമായിട്ട് തലവേദനയാണ്. ആ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടി വേറൊരാൾ പരിചയപ്പെടുത്തിയിട്ട് വിളിക്കുക. ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ ഉടനെ വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, പ്രാർത്ഥനയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം പണം കൊടുത്തും സ്വാധീനം കൊണ്ടും പല കാര്യങ്ങളും സാധിക്കും. എന്നാൽ പ്രാർത്ഥന കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ പണം കൊടുത്താൽ കിട്ടത്തില്ല. അത് പ്രാർത്ഥിച്ചേ മതിയാകത്തുള്ളൂ. ദാനിയേലിനെ രേഖ എഴുതി സിംഹത്തിന്റെ ഗുഹയിലിടുവാൻ വേണ്ടി. കാരണം രാജാവിന്റെ ഓർഡർ. പിന്നെ അതിന്റെ മേളിൽ
വേറൊരാളെ സ്വാധീനിക്കാനില്ല. ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ ദാനിയേല് സ്വാധീനിക്കില്ലെന്ന്. കാരണം പ്രാർത്ഥന എന്താണെന്നും ദൈവം ആരാന്നും വ്യക്തമായി മനസ്സിലാക്കി ദാനിയേല്. കാരണം രേഖ എഴുതിയിട്ട് പോലും ഒരു രാജ്യത്തിന്റെ നിയമം ആണ് പാസ്സാക്കിയിരിക്കുന്നത്. കാരണം രാജാവിന്റെ ഓർഡർ ഉണ്ട്. എന്നാൽ അതിനെ ഭയപ്പെട്ടില്ല. താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ ദാനിയേൽ തയ്യാറായി. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നമാകട്ടെ, പ്രതികൂലമാകട്ടെ, ഇന്ന് പകൽ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുകുത്താൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ദൈവത്തിന്റെ പ്രവൃത്തി കാണും. യേശു പോലും പറഞ്ഞെന്തിയാ, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുണ്ടാകും, പ്രതികൂലമുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും. നമുക്കതിനെ ജയിക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇന്ന് പകൽ ജയിക്കാൻ കഴിയുന്ന ഒരു മാർഗമേ ഉള്ളൂ, പ്രാർത്ഥന. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? എന്നാൽ വിടുവിക്കാൻ സർവശക്തൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ മാത്രമേ ഏത് പ്രതികൂലത്തെയും ഏത് പ്രശ്നത്തെയും നമുക്ക് അതിജീവിക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. ഒരു നിമിഷം നിങ്ങൾ ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തിയാട്ടെ. നമുക്ക് ഏത് പ്രശ്നമോ ഏത് കാര്യം ഉണ്ടായി നമ്മൾ ആദ്യം നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് 10 അക്കം എന്ത് ചെയ്യും, നമ്മൾ കുത്തും. ഇപ്പൊ പിന്നെ കുത്തത്തില്ല, പേര് സേവ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ആ പേരെടുത്ത് വിളിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാനുള്ള മനോഭാവമല്ല ഉണ്ടാകുന്നത്, ആ വരുന്ന പ്രശ്നത്തെ നേരിടുവാൻ വേണ്ടി നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. എന്നാൽ വചനം നമ്മൾ അനുസരിക്കാതെ ആദ്യം നമ്മുടെ ചിന്തയിൽ വരുന്ന നമ്മുടെ ബുദ്ധിയുടെ പ്രമാണമാണ്. നമ്മുടെ ബുദ്ധിയെ നമ്മളെ ഭരിക്കുന്നത്. ഏത് പ്രശ്നം വരുന്നോ ആ പ്രശ്നത്തെ നേരിടാനുള്ള, ആ പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയുന്ന വ്യക്തികളെ നമ്മൾ സമീപിക്കുക, അവരെ നമ്മൾ കോൾ ചെയ്യും. എന്നാൽ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറെങ്കിൽ, ദാനിയേലിന്റെ ജീവിതത്തിന് ജീവൻ പോകുന്ന പ്രശ്നമാണ്. കാരണം സിംഹത്തിന്റെ ഗുഹയിലിട്ട പിന്നെ ദാനിയേൽ ഇല്ല. ജീവൻ പോകുന്ന പ്രശ്നമുണ്ടായിട്ടും ദാനിയേൽ ഈ ലോകത്തിലെ ഒരു മനുഷ്യനെ സ്വാധീനിച്ചില്ല. ഒരു മനുഷ്യന്റെ അടുക്കലും പോയില്ല. ഒരു മനുഷ്യനോട് തന്റെ ആവശ്യം പറഞ്ഞില്ല. എന്നാൽ താൻ ചെയ്തു വന്നതുപോലെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി സമയത്തെ വേർതിരിച്ചപ്പോൾ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറായപ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് തനിക്കെതിരെ ആരൊക്കെ പ്രവർത്തിച്ചോ അവരെ മാത്രമല്ല, അവരുടെ കുടുംബത്തോടെ ആ ഫാമിലി തന്നെ ഇല്ലാതായി. ഇന്ന് പകൽ ഞാൻ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ തൊടരുത്, ആരാധിക്കുന്നവനെ തൊടരുത്. കാരണം അവൻ ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലാണ്. ദൈവ സാന്നിധ്യത്തിന്റെ കീഴിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ആർക്കും തകർത്ത് കളയാൻ പറ്റത്തില്ല. വചനം പറയുന്നത്, ദൈവമക്കളെ തൊടുന്നവൻ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ. സ്തോത്രം. അപ്പൊ ദൈവത്തെ വിളിക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ദൈവവചനപ്രകാരം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരെ തകർക്കാൻ നമുക്ക് കഴിയത്തില്ല. കാരണം അവർ പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും ഈ ലോകത്തിലെ ഒരു സംവിധാനവും ജയിച്ചിട്ടില്ല. ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കാൻ തയ്യാറാണോ? അങ്ങനെ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. കാരണം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വാക്യത്തിൽ പറയുന്ന, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇന്ന് പകൽ നിങ്ങൾ ആ വചനം വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾക്ക് ഒന്നും അസാധ്യമല്ല. കാരണം ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾ വിശ്വസിച്ചാൽ, ഇന്ന് പകൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്, പ്രാർത്ഥിക്കുന്നവനെ പരാജയമില്ല. പ്രാർത്ഥിക്കുന്നവനെ ഈ ലോകത്തിലെ ഒരു ശക്തിയും ജയിക്കത്തില്ല. ഇന്ന് പകൽ നിങ്ങളുടെ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും നിങ്ങൾ ഒരു നിമിഷം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ അനേക വർഷങ്ങളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്.
എന്നാൽ കൂടുതലും പല കാര്യങ്ങളിൽ ഇടപെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാതെ പലതിൻ്റെ പുറകെ പോയതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നവും പ്രതികൂലമല്ല, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റേ അനേകർക്ക് വിടുതലാണ്, അനേകർക്ക് ആശ്വാസമാണ്. ഞാൻ കുറച്ച് നാളായിട്ട് വീണ്ടും പ്രാർത്ഥനയിലോട്ട് കയറിയപ്പോൾ തൊട്ട് ഒരു കാര്യം മനസ്സിലായത്, അവർ വർഷങ്ങളായിട്ട്, ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് 22 വർഷമായിട്ട് മരുന്ന് കഴിക്കുക, 22 വർഷമായിട്ട് തലവേദന മാറുന്നില്ല. അവർ പറയുന്നത് തലവേദന ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, അവരാള് മാറിയതുപോലെ പ്രത്യേക സ്വഭാവ പ്രത്യേക മൈൻഡിലോട്ട് അവർ മാറിപ്പോവാ. ഞാൻ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, വലിയ ആശ്വാസമുണ്ടായി. ഭവനത്തിലേക്ക് അവരെന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ അവിടേക്ക് ഞാൻ കടന്നുപോയി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സമയം ലൈവ് ചെയ്ത് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അതിന് സമയമില്ല, കാരണം അവർ അത്ര വേദനയിൽ ഭാരപ്പെട്ടു. അവർ പെട്ടെന്ന് വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക. മഞ്ജു എന്ന ആ വ്യക്തി, സ്ത്രീയുടെ പേര്, കൊണ്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന, നമ്മളൊരു മനുഷ്യനെ സാമ്പത്തികമായിട്ട് മറ്റേത് കാര്യം കൊടുത്ത് സഹായിക്കുന്നതിൽ വളരെ പ്രയോജനം പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥിച്ചാൽ അവന് കിട്ടുന്നത് ഒന്നാമത് അവന് സമാധാനമാണ്, അവന് സന്തോഷമാണ്, അവൻ്റെ ഹൃദയത്തിൽ ആനന്ദമാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, വചനം പറയുന്നത് എന്തുവാ, മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രശ്നം വന്നാലും ഏത് പ്രതികൂലം വന്നാലും ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ മുട്ടുകത്തുക, പ്രാർത്ഥിക്കുക. വചനം പറയുന്ന എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഒക്കെ മുഴങ്കാലം അടങ്ങും യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽ നമ്മൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഇന്ന് പകൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളുക, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ ജയിക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കോ ഒരു സംവിധാനത്തിനോ കഴിയുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. ഇന്ന് പ്രഭാതത്തിൽ ദൈവം നിങ്ങളെല്ലാം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.